ഹായ് ഗൈസ്, T20 സീരീസിൻ്റെ പാർട്ട് 5 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ 4 പാർട്ട് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓരോ പാർട്ടിലും 10 ചോദ്യങ്ങൾ വീതം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ചോദ്യമായിട്ട് റിലേറ്റ് ചെയ്ത അനുബന്ധ ഫാക്റ്റുകൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 വീഡിയോയിൽ ഒരുപാട് നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാർട്ട് 5 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാം. പാർട്ട് 5 വീഡിയോയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ സ്കോർ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. ഓരോ ശരിയുത്തരത്തിന് 1 മാർക്കും നെഗറ്റീവ് മാർക്കിന് -1. ഓക്കെ, നിങ്ങൾക്കും ഒരു ചോദ്യം ഞാൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഗ്ലക്കൗസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ് എക്സ്പ്ലെയിൻസ്. ഓപ്ഷൻ എ ഇഞ്ചൂറിയ സൈൻ ഡാംനം, ഓപ്ഷൻ ബി ഡാംനം സൈൻ ഇഞ്ചൂറിയ, ഓപ്ഷൻ സി റെസ്പോണ്ടേറ്റ് സുപ്പീരിയർ, ഓപ്ഷൻ ഡി റിമോട്ട്നെസ് ഓഫ് ദ ഡാമേജ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഡാംനം സൈൻ ഇഞ്ചൂറിയ. ഓക്കെ, എന്താണ് ഡാംനം സൈൻ ഇഞ്ചൂറിയ? ഡാമേജ് വിത്തൗട്ട് ഇഞ്ചുറി. അതായത് ഒരു പേഴ്സൺ ഒരു ഡാമേജോ അല്ലെങ്കിൽ നഷ്ടമോ ലോസോ സഫർ ചെയ്യുന്നുണ്ട്, ബട്ട് ദർ ഈസ് നോ വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ്. അപ്പോൾ ഈ ഗ്ലക്കൗസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഗ്ലക്കൗസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസിൽ പ്ലെയിൻറ്റിഫിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റൈവൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ പ്ലെയിൻറ്റിഫിൻ്റെ സ്കൂളിലെ കുട്ടികൾ ഈ റൈവൽ സ്കൂളിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന റൈവൽ സ്കൂളിൽ പോയി ചേർന്നു. അപ്പോൾ പ്ലെയിൻറ്റിഫിന് നഷ്ടമുണ്ടായി. പ്ലെയിൻറ്റിഫ് എന്ത് ചെയ്തു? ഡിഫൻഡിനെതിരെ കോമ്പൻസേഷന് വേണ്ടി, ഡാമേജസിന് വേണ്ടി കേസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ കോടതി പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ റൈവലിന് എവിടെ വേണമെങ്കിലും സ്കൂൾ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ദർ ഇസ് നോ ലീഗൽ വയലേഷൻ ഓഫ് റൈറ്റ്, അല്ലെങ്കിൽ വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് അവിടെ ഇല്ല. പക്ഷേ ഇവിടെ പ്ലെയിൻറ്റിഫ് നഷ്ടം സഫർ ചെയ്തിട്ടുണ്ടല്ലേ, ലോസ് ഓർ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഡാംനം സൈൻ ഇഞ്ചൂറിയ. ഡാംനം സൈൻ ഇഞ്ചൂറിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് ഈ ഗ്ലക്കൗസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ്. അതുപോലെ ഡാംനം സൈൻ ഇഞ്ചൂറിയ പഠിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു മാക്സിമം പഠിക്കണം, ഇഞ്ചൂറിയ സൈൻ ഡാംനം. ഓക്കെ, ഇഞ്ചൂറിയ സൈൻ ഡാംനം എന്ന് പറഞ്ഞാൽ എന്താ? ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്. അതായത് ഒരു ലീഗൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവിടെ ഡാമേജ് സംഭവിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് കേസാണ് ആഷ്ബി വേഴ്സസ് വൈറ്റ്, ASBY, ആഷ്ബി വേഴ്സസ് വൈറ്റ്. ഓക്കെ, ഈ ആഷ്ബി വേഴ്സസ് വൈറ്റ് കേസിൽ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല, റിട്ടേണിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. പക്ഷേ വോട്ട് ചെയ്യാൻ തീരുമാനിച്ച ആൾ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ആൾ ജയിച്ചു ഇലക്ഷനിൽ. അപ്പോൾ ഇവിടെ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല, ദർ ഇസ് നോ ലോസ് ഓർ ഡാമേജ്. പക്ഷേ വോട്ട് ചെയ്യണം എന്നുള്ളത് ഒരു ലീഗൽ റൈറ്റ് ആണ്, അത് വയലേറ്റ് ചെയ്യപ്പെട്ടു. സോ അതാണ് എന്തു പറയുന്നത്, ഇഞ്ചൂറിയ സൈൻ ഡാം. അതിൻ്റെ ലാൻഡ്മാർക്ക് കേസാണ് ആഷ്ബി വേഴ്സസ് വൈറ്റ്. ഡാംനം സൈൻ ഇഞ്ചൂറിയ നേരെ ഓപ്പോസിറ്റ് ഡാമേജ് വിത്തൗട്ട് എ ലീഗൽ ഇഞ്ചുറി. അതിൻ്റെ ലാൻഡ്മാർക്ക് കേസാണ് ഗ്ലക്കൗസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ്. ടോർട്ടിൻ്റെ ബേസിക്സ് ആണ് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം, വോളൻറ്റി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ ഈസ്. ഓപ്ഷൻ എ ഡിഫെൻസ് ഇൻ ആൻ ആക്ഷൻ ഫോർ ടോർട്ട്, ഓപ്ഷൻ ബി എ ഗ്രൗണ്ട് ഫോർ ഇനീഷിയേഷൻ for tort, option C not a defense in an action for tort, option D none of the above. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, എ ഡിഫെൻസ് ഇൻ എ ടോർട്ട്. ടോർട്ടിൽ ജനറൽ ഡിഫെൻസസ് നിങ്ങൾ തന്നെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഒരു 8-9ഓളം ജനറൽ ഡിഫെൻസസ് വരുന്നുണ്ട്. ജനറൽ ഡിഫെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു ടോർഷിക്സ് ആക്ട് കമ്മിറ്റ് ചെയ്തു, അപ്പോൾ ആ ടോർട്ട് ഫീസർക്കെതിരെ എന്ത് ചെയ്തു? കേസ് കൊടുത്തു. അപ്പോൾ ആ ടോർട്ട് ഫീസർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് കോടതിയുടെ മുന്നിൽ കുറച്ച് ഡിഫെൻസസ് പറയാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് എക്സ്ക്യൂസുകൾ പറയാൻ പറ്റും. അതാണ് ജനറൽ ഡിഫെൻസസിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ജനറൽ ഡിഫെൻസ് ആണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി. ഈ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹാം അല്ലെങ്കിൽ ഒരു നഷ്ടം ഞാൻ സഹിച്ചോളാം എന്ന് ഞാൻ എൻ്റെ പെർമിഷൻ കൊടുക്കുകയാണ്. ഞാൻ വോളണ്ടറിലി ഞാൻ എന്ത് പറയുകയാണ്, ആ നഷ്ടം ഞാൻ സഹിച്ചോളാം, അല്ലെങ്കിൽ ആ ഹാം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, സഹിച്ചോളാം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ സമ്മതിച്ച് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് പറയുന്നത്. ഇഫ് എ പേഴ്സൺ വില്ലിംഗ്ലി ആക്സെപ്റ്റ്സ് ദ ഹാം ദാറ്റ് റൈസസ് ഫ്രം ആൻ ആക്ടിവിറ്റി, then he cannot claim damages or compensation. അതാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് പറഞ്ഞത്. ആ നഷ്ടം ഞാൻ സഹിച്ചോളാം എന്ന്, അല്ലെങ്കിൽ ആ ഹാം ഞാൻ സഹിച്ചോളാം എന്ന് ഞാൻ വോളണ്ടറിലി ഞാൻ പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതുവഴി ഉണ്ടാകുന്ന നഷ്ടത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനറൽ ഡിഫെൻസസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഒരു 8-9ഓളം ജനറൽ ഡിഫെൻസസ് ഉണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വയ്ക്കുക. അടുത്ത് നോക്കാം നമുക്ക്
ഡിഫമേഷൻ ബൈ വേർഡ്സ് ഓർ ഗസ്റ്റേഴ്സ് ഈസ് നോൺ ആസ് എ ഇൻവെൻറ്റോ, ഓപ്ഷൻ ബി സ്ലാൻഡർ, ഓപ്ഷൻ സി പീനൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സ്ലാൻഡർ. അതായത് ഡിഫമേഷൻ ആർ ഓഫ് ടു ടൈപ്സ് അല്ലെങ്കിൽ ടു ഫോംസ് ഉണ്ട്. ഒന്ന് ലിബേലും ഒന്ന് സ്ലാൻഡറും. ലിബേൽ എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടൺ ഫോം ഓഫ് ഡിഫോമേഷൻ. ഇപ്പോൾ സത്യം ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിക്കിൾസോ ഒക്കെ ഒരു ഡിഫോമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ലിബേൽ, റിട്ടൺ ഫോം ഓഫ് ഡിഫോമേഷൻ. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് അഡ്രസ് ടു ഇയർ. അതായത് സ്പോക്കൺ ഫോം ഇല്ലേ, സംസാരിക്കുന്ന ലിബേൽ, സ്ലാൻഡർ ചെയ്യുക നമ്മൾ ഒരാളെ പറ്റി നമ്മൾ സ്ലാൻഡർ ചെയ്യുക. സോ ഇറ്റ് ഈസ് അഡ്രസ് ടു ഇയേഴ്സ്. അപ്പോൾ ഡിഫമേഷൻ ബൈ സ്പോക്കൺ വേർഡ്സ് ഓർ ഗെസ്റ്റർ എന്ന് പറയുന്നത് സ്ലാൻഡർ. പിന്നെ ഒരു വേർഡ് കൂടി ഉണ്ട്, ഇന്നുവെൻറ്റോ. ഇന്നുവെൻറ്റോ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നുവെൻറ്റോയും ഈ ഭാഗത്ത് വരുന്ന ഒരു ടേമാണ്. ഇന്നുവെൻറ്റോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫാമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു ഡിഫാമേറ്ററി സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് പ്രത്യക്ഷത്തിൽ പ്രൈമാഫേഷ്യ കാണുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഡിഫോമേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, പ്രത്യക്ഷത്തിൽ അത് കുഴപ്പമൊന്നുമില്ല ആ സ്റ്റേറ്റ്മെൻറ്റ്. ബട്ട് അതിനൊരു ഇന്നർ മീനിങ്, അതിനെ ഒളിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിഫോമേഷൻ അവിടെ ഉണ്ട്. അതൊരു സെക്കൻഡറി മീനിങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു ഡിഫോമേഷൻ ഉണ്ട്. സോ ഇന്നുവെൻറ്റോ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അത് ഡിഫോമേറ്ററി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. ബട്ട് അവിടെ ഒളിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടൊരു ഡിഫോമേറ്ററി മീനിങ് ഉണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. നമുക്ക് MC Mehta വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഈസ് എ ഡിസിഷൻ ഓൺ ഓപ്ഷൻ എ സ്ട്രിക്റ്റ് ലയബിലിറ്റി, ഓപ്ഷൻ ബി ആബ്സലൂട്ട് ലയബിലിറ്റി, ഓപ്ഷൻ സി വൈക്കാരിയസ് ലയബിലിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ആബ്സലൂട്ട് ലയബിലിറ്റി ആണ്. ഈ സ്ട്രിക്റ്റ് ലയബിലിറ്റി, ആബ്സലൂട്ട് ലയബിലിറ്റി എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോവുക, പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ LLB സബ്ജക്ട് ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ സ്ട്രിക്റ്റ് ലയബിലിറ്റി വേഴ്സസ് ആബ്സലൂട്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവാൻ പറ്റും. ഈ സ്ട്രിക്റ്റ് ലയബിലിറ്റിയും ആബ്സലൂട്ട് ലയബിലിറ്റിയും എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയൊരു അത്യാവശ്യം എക്സ്പ്ലനേറ്ററി ആയി പറയേണ്ട ഒരു കാര്യമാണ്. ഇതിൽ MC Mehta വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അബ്സലൂട്ട് ലയബിലിറ്റിയുടെ ഭാഗത്ത് വരുന്ന ഒരു കേസാണ്. ഈ അബ്സലൂട്ട് ലയബിലിറ്റി പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ, ഒരു പേഴ്സൺ താൻ ചെയ്ത ഡാമേജുകളിൽ, ഓക്കെ, താൻ ചെയ്ത ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡാമേജിന് അയാൾ എന്തായാലും ലയബിൾ ആവും. അയാൾക്ക് അവിടെ ഒരു എക്സ്ക്യൂസും പറയാൻ പറ്റില്ല. അത് ആക്സിഡൻ്റ് ആണെന്നോ, അതെന്തെങ്കിലും നാച്ചുറലായ റീസൺ കൊണ്ട് ഉണ്ടായതാണെന്നോ, അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും ആണെന്നോ ഒരു തരത്തിലുള്ള എക്സ്ക്യൂസുകളോ ഡിഫെൻസുകളോ ഒന്നും പറയാൻ പറ്റില്ല. ഒരു എക്സെപ്ഷനും പറയാൻ പറ്റില്ല. അയാൾക്ക് മറ്റുള്ള ആൾക്കാർക്ക് നഷ്ടമുണ്ടോ, ഡെഫിനറ്റ്ലി ദാറ്റ് പേഴ്സൺ വിൽ ബി. അതാണ് ആബ്സല്യൂട്ട്ലി ലയബിൾ എന്ന് പറയുന്നത്. ആബ്സല്യൂട്ട്ലി ലയബിൾ, ഒരു തരത്തിലുള്ള എക്സെപ്ഷൻസോ ഡിഫെൻസസോ പറയാൻ പറ്റില്ല. ആബ്സല്യൂട്ട്ലി ലയബിൾ, ആ പേഴ്സൺ എന്തായാലും കോമ്പൻസേഷൻ ഡാമേജസ് പേ ചെയ്തിരിക്കണം. ഓക്കെ, ഞാൻ അടുത്ത് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ 5. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഈസ് ഇൻ മുംബൈ, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി ഭോപ്പാൽ, ഓപ്ഷൻ ഡി ഡൽഹി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഭോപ്പാലാണ്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഭോപ്പാലാണ്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇത് ഇംഗ്ലീഷിലെ ഫില്ല് ദ ബ്ലാങ്ക്സിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ഫില്ല് ദ ബ്ലാങ്ക്സ് ആൻസർ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഇതാണ്. ഈ ഫില്ല് ദ ബ്ലാങ്ക്സിൻ്റെ നിങ്ങൾ 4 ഓപ്ഷൻസ് കാണാം. ഈ 4 ഓപ്ഷൻസ് അവിടെ എടുത്തങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഏറ്റവും ആപ്റ്റായിട്ട് ഏറ്റവും മീനിങ് ഫുൾ സെൻറ്റൻസ് ഏതാ ക്രിയേറ്റ് ചെയ്യുക, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഏതാ ക്രിയേറ്റ് ചെയ്യുക, അവിടെ നിങ്ങൾ അത് ആൻസറായിട്ട് കൂട്ടിക്കോ നിങ്ങൾ. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് The Hunger Free Kerala program will dash that no one goes hungry in the state. Option A engage, option B ensure, option C emerge, option D enlist. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, എൻഷുർ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഈ ഓപ്ഷൻ എ എൻഗേജ് ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, അതൊരു മീനിങ് ഫുൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യില്ല. ഓപ്ഷൻ ബി എൻഷുർ എടുത്തൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, അത് കറക്റ്റ് മീനിങ് ഫുൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫില്ല് ദ ബ്ലാങ്ക്സ് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്ഷൻസ് ഓരോന്നായ സെൻറ്റൻസിൽ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ കറക്റ്റായ സെൻറ്റൻസ് ഏതാ ഫോം ചെയ്യുന്നത് അത് നിങ്ങൾ എഴുതാം. ഓക്കെ, അടുത്ത് നോക്കാം. 7ാമത്തെ ചോദ്യം, അതും ഫില്ല് ദ ബ്ലാങ്ക്സിൽ നിന്ന് വരുന്ന ഒരു ഭാഗമാണ്. ദിസ് മെഡിസിൻ ഡാഷ് ഇൻ ക്യൂറിങ് കോൾഡ്. ഓപ്ഷൻ എ പ്രോപ്പർ, ഓപ്ഷൻ ബി അപ്രോപ്രിയേറ്റ്, ഓപ്ഷൻ സി റിയൽ, ഓപ്ഷൻ ഡി എഫക്റ്റീവ്. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നിങ്ങളിവിടെ സെയിം നേരത്തെ പറഞ്ഞ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. പ്രോപ്പർ എടുത്ത് നോക്കി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ഇല്ല, അത് മീനിങ് ഫുള്ളായ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തില്ല. അപ്രോപ്രിയേറ്റ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മീനിങ് ഫുള്ളായ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. റിയലും എന്ത് ചെയ്യുന്നില്ല, മീനിങ് ഫുള്ളായ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ. ബട്ട് എഫക്റ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് മീനിങ് ഫുൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.
നമുക്ക് 8ാം ചോദ്യം നോക്കാം. നമുക്ക് വെൻ ഈസ് ദ ഇൻ്റർനാഷണൽ വർക്കേഴ്സ് ഡേ ഒബ്സർവ്ഡ് എവ്രി ഇയർ? ഓപ്ഷൻ എ 3rd May, ഓപ്ഷൻ ബി 11th May, ഓപ്ഷൻ സി 1st May, ഓപ്ഷൻ ഡി 24th May. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 1st May ആണ്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ജാനുവരി മുതൽ ഡിസംബർ വരെ ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോറായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരുപാട് ഡേറ്റുകളുണ്ട്, ബട്ട് മെയിൻ ആയിട്ടുള്ള ഡേറ്റുകളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് എ സ്റ്റേറ്റ്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കണം. ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് എ സ്റ്റേറ്റ്. ഓപ്ഷൻ എ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി ലോ മിനിസ്റ്റർ, ഓപ്ഷൻ സി അറ്റോർണി ജനറൽ, ഓപ്ഷൻ ഡി അഡ്വക്കേറ്റ് ജനറൽ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അഡ്വക്കേറ്റ് ജനറൽ ആണ്. ഇനി ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലോ ഓഫീസർ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജനറൽ ആണ്. ഈ അഡ്വക്കേറ്റ് ജനറൽ ഗേവ്സ് ലീഗൽ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസസ് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, ഇനിയും ഇതേ റോള് ഈ സ്റ്റേറ്റിൽ അഡ്വക്കേറ്റ് ജനറൽ ചെയ്യുന്ന അതേ റോള് സെൻട്രൽ ഗവൺമെൻറ് വേണ്ടി ചെയ്യുന്ന ആളുടെ പേരെന്താ? അറ്റോർണി ജനറൽ. ഇനി നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ്, അറ്റോർണി ജനറലിനെ പറ്റി ഡീല് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, അറിയാത്തവർ കണ്ടെത്തി പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. നമുക്ക് 10ാമത്തെ ചോദ്യം. ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻസ് ഇൻ ഇന്ത്യ വെർ ഹെൽഡ് ഇൻ ഓപ്ഷൻ എ 1949, ഓപ്ഷൻ ബി 1950, ഓപ്ഷൻ സി 1951, ഓപ്ഷൻ ഡി 1947. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, നിങ്ങൾ കണ്ടെത്തി പഠിക്കുക. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, അറിയാത്തവർ കണ്ടെത്തി പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ പാർട്ട് 5 വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. നമ്മൾ ഇനി കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് നമ്മൾ ഈ എക്സാമിൻ്റെ ഫൈനൽ ലാപ്പിലാണ് നമ്മൾ. ഓക്കെ, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജേണി എന്താണെന്നൊന്നും മാറ്റർ ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഫൈനൽ ഫ്യൂ ഡേയ്സ് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട്. ഈ ഫൈനൽ ഫ്യൂ ഡേയ്സ് ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾ പഠിക്കുക, ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ഡോണ്ട് വെറി അബൌട്ട് ദി എക്സാം, ഡോണ്ട് വെറി അബൌട്ട് ദ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരിക്കും, അതിനെ പറ്റൊന്നും വെറിയഡ് ആവണ്ട. എക്സാം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് വരുന്ന റിസൾട്ടിനെ പറ്റി നിങ്ങൾ വെറിയഡ് ആവണ്ട. ഫോക്കസ് ഓൺ ദ പ്രോസസ്. ഈ അടുത്ത മണിക്കൂറോ അടുത്ത 4 മണിക്കൂറോ അടുത്ത ഫ്യൂ ഡേയ്സ് നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുക, അത് മാത്രം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ തിങ്ക് ചെയ്താൽ മതി. മൈൻഡ് എപ്പോഴും ക്ലിയർ ആയിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. ബെസ്റ്റ് വിഷസ്.